നിലമ്പൂർ വളരെ തിളക്കമാർന്ന വിജയം നേടിയ നിലമ്പൂരിൻ്റെ നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്ത് മോർണിംഗ് ഷോയിൽ അതിഥിയായിച്ചിരുന്നു. നിയമസഭയിലേക്കുള്ള യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഹലോ ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങൾക്കൊരു നല്ല പുലരിയാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ആശങ്കയൊക്കെ അകന്നു, ഒരുപാട് നല്ല ഭൂരിപക്ഷം കിട്ടി. മാത്രമല്ല പിതാവിൻ്റെ ഒരു പാരമ്പര്യം അവിടെ നിലനിർത്താൻ കഴിഞ്ഞു. ഒരു ഉജ്ജ്വലമായ വിജയമാണ്. ഒരുപക്ഷെ UDF ഇത് നൽകുന്ന ആത്മവിശ്വാസവും ചില്ലറയല്ല. ഈ വിജയത്തെ വ്യക്തിപരമായി താങ്കൾ എങ്ങനെ കാണുന്നു? അതെ, അല്ല, വ്യക്തിപരമായി ഇത് വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങൾ നൽകിയൊരു വിജയമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിലമ്പൂരിലെ ജനത നൽകിയൊരു വിജയമാണ്. ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഈ ദുശ്ചെയ്തികൾക്കെതിരെയുള്ള കൃത്യമായൊരു ജനവിധിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിതാവിന് ഏറ്റവും വലിയൊരു വിഷമം ഉണ്ടായിരുന്നത് 2016-ലും 2021-ലും നിലമ്പൂർ നഷ്ടപ്പെട്ടത് കൊണ്ടുള്ളൊരു വലിയ പ്രയാസം ഉണ്ടായിരുന്നു. അദ്ദേഹം 2016-ൽ സീറ്റ് നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞത്, ഇനി നിങ്ങളുടെ പ്രധാന ഉത്തരവാദിത്വം എന്തായാലും നിലമ്പൂർ സീറ്റ് UDF തിരിച്ചു പിടിക്കുക എന്നതാണ്. എവിടെയൊക്കെയാണോ വീഴ്ചകൾ, ആ വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഈ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നതാണ്. പക്ഷേ ഇന്ന് ഈ സീറ്റ് തിരിച്ചു പിടിച്ചത് കാണാൻ അദ്ദേഹം ഇല്ലാതെ പോയി എന്നൊരു വിഷമമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. ആര്യാടൻ ഷൗക്കത്ത്, താങ്കൾക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായി. എന്നാൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, താങ്കൾ ഇതിനൊന്നും മറുപടി പറയാൻ നിന്നില്ല എന്ന് മാത്രമല്ല, വ്യക്തിപരമായി താങ്കൾ തിരിച്ചാക്രമിച്ചതുമില്ല. അത് പിതാവിൻ്റെ വഴികളിൽ നടക്കാനുള്ള ശ്രമമാണ്. അതേസമയം താങ്കളുടെ പിതാവ്, എനിക്കറിയാവുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദ്, വളരെ നിശ്ചിതമായി വിമർശനങ്ങൾ ഉയർത്തുന്നതിൽ ഒരു പക്ഷപാതവും അദ്ദേഹം കാണിച്ചിട്ടില്ല. വിമർശിക്കേണ്ടവരെ അദ്ദേഹം വിമർശിക്കുമായിരുന്നു. എന്നാൽ ആ നിലപാടിൽ നിന്ന് താങ്കൾ മാറി കുറച്ചുകൂടെ സൗമ്യമായി പ്രതികരിക്കാനാണ് താങ്കൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രമിച്ചത്. അത് താങ്കളുടെ ഒരു നിലപാടിൻ്റെ സ്വഭാവമാണോ, അതോ ജനാധിപത്യത്തിൽ ഇങ്ങനെ ഒരു സൗന്ദര്യം കൂടി ബാക്കി നിൽക്കട്ടെ എന്ന് കരുതിയാണോ? പിതാവ് വിമർശിച്ചത് വ്യക്തിപരമായിരുന്നില്ല. പിതാവിൻ്റെ നിലപാടുകൾ ആരുടെ മുന്നിലും അത് ആർക്കൊക്കെ അപ്രിയമായാലും തുറന്നു പറയാൻ അദ്ദേഹം മടി കാണിച്ചിരുന്നില്ല എന്നതാണ്. അദ്ദേഹം വ്യക്തിപരമായി ആക്രമിക്കാനല്ല അദ്ദേഹം ശ്രമിച്ചിരുന്നത്. അദ്ദേഹത്തിന് എനിക്കറിയാം, വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ നല്ല ബന്ധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായും അതല്ലെങ്കിൽ മറ്റു പാർട്ടികളുമായും ഒക്കെ അവിടുത്തെ നേതാക്കന്മാരുമായിട്ടൊക്കെ വലിയ വ്യക്തിബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുപ്പ് കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച്, അപ്പുറത്തുള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഒരക്ഷരം പോലും വ്യക്തിപരമായി നമ്മൾ മിണ്ടാൻ പാടില്ല. മാത്രമല്ല, അവരെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മളതിന് ചെവി കൊടുക്കേണ്ട, മറുപടി പറയേണ്ട. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയം, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകൾ തമ്മിലുള്ള മത്സരമാണ്. അല്ലാതെ വ്യക്തിപരമായ ഒരു എതിർപ്പിൻ്റെ പേരിലല്ലല്ലോ ഇവിടെ മത്സരം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് അതിൻ്റെ ആവശ്യമില്ല എന്ന് വളരെ കൃത്യമായ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ആ നിലപാടിലുള്ള, പിന്നെ അദ്ദേഹം വിമർശിക്കുന്ന നിലപാടുകളാണ്.